എല്ലാവർക്കും നമസ്കാരം. ഏതാനും വരികൾ ചൊല്ലിക്കൊണ്ട് തുടങ്ങട്ടെ. ഒരു ഗായകനല്ലെങ്കിലും. മോദതരളിതരാം അവർക്കൊന്നുപോൽ ശ്വേതജലാങ്കിതം ഫാലം, ചെമ്പനീർപ്പൂക്കൾ വിടർന്നു നിന്നങ്ങനെ വെമ്പിത്തുടുത്ത കപോലം, മിന്നൽ പിണരുകൾ വട്ടമിട്ടങ്ങനെ മിന്നുന്ന പൊന്നാലവാലം, സദ്രസം സഞ്ജാതമായിത തൻവികൾ നർത്തനം ചെയ്യുക മൂലം. 1938 ജൂൺ 28 ഈ നഗരപരിസരങ്ങളിൽ എവിടെയോ ഇരുന്ന് കവി ചങ്ങമ്പുഴ കൃഷ്ണപിള്ള കുറിച്ച നർത്തകികൾ എന്ന കവിതയിലേതാണ് ഈ വരികൾ. 87 വർഷങ്ങൾക്കും 19 ദിവസങ്ങൾക്കും ഇപ്പുറം കവിയുടെ ഈറ്റില്ലത്തിൽ നിത്യവിശ്രമസ്ഥലിയിൽ ഒരു നൃത്തപരിപാടിക്ക് ഞാൻ ആമുഖം പറയുകയാണ്. യവനിക എന്ന കവിതയിൽ കവി പറയുന്നുണ്ട്, വാക്കാണ് സൃഷ്ടിയിലാദ്യം, വാക്കിനിലൊരു കാലവും അന്ത്യം, വാക്ക് തൻ ശക്തി അത്ഭുത കേന്ദ്രം, വാക്കതേ വാക്കാണ് ദൈവം. കവിയുടെ വാക്കുകൾ മറ്റെല്ലായ്പ്പോഴും എന്ന പോലെ അത്ഭുതം പ്രവർത്തിക്കട്ടെ, അർത്ഥവത്താകട്ടെ. ഈ നൃത്ത പരിപാടി നിങ്ങൾക്കേവർക്കും സദ്രസം, സന്തോഷം നൽകുന്നതായി തീരട്ടെ. ഞാൻ ദീക്ഷിത്, കുച്ചിപ്പിടി നാട്യാലയ സ്വീഡനിലെ എൻ്റെ സുഹൃത്തുക്കളുടെ ഈ പരിപാടിയിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതാരകനായി നിലകൊള്ളുകയാണ്. എല്ലാവർക്കും ഈ കുച്ചിപ്പിടി നൃത്തസന്ധ്യയിലേക്ക് സ്വാഗതം. കുച്ചിപ്പിടി നൃത്തസന്ധ്യയുടെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അതിലേക്കായി വേദിയിൽ സന്നിഹിതരായ വിശിഷ്ടാതിഥികളെ സ്വാഗതം ചെയ്യുക എന്ന കർത്തവ്യമാണ് ആദ്യമായി എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ളത്. ആദ്യമായി ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ശ്രീ പി പ്രകാശ്, കൊച്ചിയിലെ സ്ഥലനാമങ്ങളുടെ ചരിത്രം, ഒരു എം ഗോവിന്ദൻ കവിതയെ ഓർമ്മിപ്പിക്കുന്ന വാക്കേ വാക്കേ കൂടെവിടെ, പദശുദ്ധി തുടങ്ങിയ പുസ്തകങ്ങളിലൂടെ ഒരു എഴുത്തുകാരൻ എന്ന നിലയിലും കൂടാതെ വിവർത്തകൻ, സ്വതന്ത്ര മാധ്യമപ്രവർത്തകൻ എന്നീ നിലകളിലും എല്ലാത്തിനും ഉപരിയായി ചങ്ങമ്പുഴ സാംസ്കാരിക കേന്ദ്രം പ്രസിഡന്റ് എന്ന നിലയിലും വർത്തിക്കുന്ന അദ്ദേഹത്തെ ഞാൻ ഈ സദസ്സിന് പ്രത്യേകമായി പരിചയപ്പെടുത്തുക എന്നത് അവിവേകമാവും. ചടങ്ങിൻ്റെ അധ്യക്ഷൻ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ഈ തട്ടകത്തിൽ നടക്കുന്ന ഈ കുച്ചിപ്പിടി നൃത്തസന്ധ്യയുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ഞാൻ ഔപചാരികമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ ചടങ്ങിൻ്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന ശ്രീമതി സുശീല സുകുമാരൻ 10ാം വയസ്സ് മുതൽ അമ്മാവനും സംഗീതത്തിലെ ആദ്യ ഗുരുവുമായ ശ്രീധരൻ ഭാഗവതരിൽ നിന്ന് സംഗീത പഠനം ആരംഭിച്ചു. തുടർന്ന് ശ്രീ ഏഴിക്കര പരമുദാസ്, ശ്രീ രാമൻകുട്ടി ഭാഗവതർ, തൃപ്പൂണിത്തുറ കെ ലളിതാവർമ്മ തുടങ്ങിയവരുടെ കീഴിൽ സംഗീതം അഭ്യസിച്ചു. മദ്രാസ് ഗവൺമെൻറ് ടെക്നിക്കൽ എക്സാമിനേഷൻ MGTE പാസ്സായതിനു ശേഷം 1968 മുതൽ 1982 വരെ കോഴിക്കോട്, തിരുവനന്തപുരം ഓൾ ഇന്ത്യ റേഡിയോ നിലയങ്ങളിൽ ലളിത സംഗീതം അവതരിപ്പിച്ചു. 45 വർഷമായി ത്യാഗരാജ സംഗീത കലാലയം എന്ന പേരിൽ സംഗീത പഠന കേന്ദ്രം നടത്തി വരുന്നു. ടീച്ചറുടെ ശിഷ്യഗണങ്ങളിൽ പലരും ഇന്ന് സംഗീത അധ്യാപകരായി
പലയിടങ്ങളിലായി ജോലി ചെയ്യുന്നു. ഗുരുവായൂർ ചെമ്പേ സംഗീതോത്സവം, വൈക്കം മഹാദേവ ക്ഷേത്രം എന്നിവ ഉൾപ്പെടെ 200-ൽ പരം വേദികളിൽ സംഗീത കച്ചേരികൾ ടീച്ചർ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇന്നും കുട്ടികളെ സംഗീതം അഭ്യസിപ്പിക്കുന്നു. ടീച്ചർക്ക് ഈ ചടങ്ങിലേക്ക് സ്നേഹോഷ്മളമായ സ്വാഗതം. അടുത്തത് ഈ ചടങ്ങിൻ്റെ മുഖ്യാതിഥി ഡോക്ടർ കലാമണ്ഡലം സുഗന്ധി. ഡോക്ടർ കലാമണ്ഡലം സുഗന്ധി കേരള കലാമണ്ഡലത്തിൽ കലാമണ്ഡലം സത്യഭാമയുടെ കീഴിൽ നിന്നും തുടർന്ന് കേരള കലാലയത്തിൽ കലാമണ്ഡലം കല്യാണിക്കുട്ടി അമ്മയുടെ കീഴിൽ നിന്നുമായി മോഹിനിയാട്ടം അഭ്യസിച്ചു. കലാമണ്ഡലത്തിലായിരിക്കെ പ്രൊഫസർ ABR ഭാസ്കർ, കലാമണ്ഡലം ചന്ദ്രിക എന്നിവരുടെ കീഴിൽ നിന്നും ഭരതനാട്യത്തിലും ശിക്ഷണം ലഭിച്ചു. കുച്ചിപ്പിടിയിലുള്ള ശിക്ഷണം നേടിയത് കുച്ചിപ്പിടി കലാക്ഷേത്ര ഏലൂരിൽ വേദാന്തം പ്രഹ്ലാദ ശർമ്മയുടെ കീഴിലും. ശിഷ്യസമ്പത്തുകൊണ്ടും അനുഭവ പരിചയം കൊണ്ടും സമൃദ്ധയായ ഒരു നൃത്താധ്യാപിക, നൃത്തശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ തർജ്ജമകളാലും ഗവേഷണ പ്രബന്ധങ്ങളാലും പേരെടുത്ത ഒരു വിദുഷി എന്ന നിലയിലുമൊക്കെ സമ്പന്നമായ കർമ്മപഥത്തിലൂടെ സഞ്ചരിക്കുന്ന ഡോക്ടർ കലാമണ്ഡലം സുഗന്ധി ഈ നൃത്തസന്ധ്യയിൽ മുഖ്യ അതിഥി ആകുന്നതിൽ ഉള്ള ഔചിത്യവും ധന്യതയും നിങ്ങൾക്ക് മുന്നിൽ പങ്കുവെച്ചുകൊണ്ട് ഞാൻ ഡോക്ടർ കലാമണ്ഡലം സുഗന്ധി അവർകളെയും ഈ ചടങ്ങിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പീറ്റർ ബ്രൂക്ക് എന്ന ബ്രിട്ടീഷ് തിയേറ്റർ ഡയറക്ടർ ഒരിക്കൽ പറഞ്ഞ പോലെ, നോ പെർഫോമൻസ് എക്സിസ്റ്റ് അൺടിൽ ഇറ്റ് ഈസ് വാച്ച്ഡ്. കാഴ്ചക്കാരില്ലാതെ ഒരു കലാപ്രകടനാവിഷ്കാരവും നിലകൊള്ളില്ല. ആ തത്വം സ്മരിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ആധാരശിലയായ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷ പ്രസംഗത്തിനായി ഞാൻ ശ്രീ P. പ്രകാശിനെ ക്ഷണിക്കുന്നു. വേദിയിലുള്ള എത്രയും ബഹുമാന്യരായ ഡോക്ടർ കലാമണ്ഡലം സുഗന്ധി, ശ്രീമതി സുശീല സുകുമാരൻ, പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇവിടെ ഒരു കുച്ചിപ്പുടി സന്ധ്യയാണ് നടക്കാൻ പോകുന്നത്. ഇവിടെ ആദ്യമായിട്ടൊന്നുമല്ല കുച്ചിപ്പുടി നടക്കുന്നത്. പക്ഷേ ഇന്നത്തെ ഈ സന്ധ്യയ്ക്കുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സ്വീഡനിൽ ഉള്ള ഒരു നൃത്തവിദ്യാലയത്തിൽ അഭ്യസിച്ചവരാണ് ഇവിടെ നൃത്തം അവതരിപ്പിക്കുന്നത് എന്നതാണ്. കുച്ചിപ്പുടി എന്ന വാക്കിനെ പറ്റി ചെറിയ തർക്കങ്ങളുണ്ട്. കുച്ചിപ്പുടിയാണോ കൂച്ചിപ്പൂടിയാണോ എന്നൊക്കെ ചില തർക്കങ്ങളുണ്ട്. ഞാനപ്പോൾ സുഗന്ധി ടീച്ചറോട് ചോദിക്കുകയായിരുന്നു. സുഗന്ധി ടീച്ചർ കുച്ചിപ്പുടി അഭ്യസിച്ചത് കുച്ചിപ്പുടി ഗ്രാമത്തിൽ തന്നെയാണ്. ഞാൻ ഈ സ്ഥലനാമങ്ങളെക്കുറിച്ച് ചിലർ ഗവേഷണങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ആളായതുകൊണ്ട് ഈ കുച്ചിപ്പുടി എന്ന പേരെങ്ങനെയാണ് ഉണ്ടായത് എന്ന ഒരു ചെറിയ അന്വേഷണം നടത്തിയപ്പോൾ അത് ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ ജില്ലയിലെ കുച്ചിപ്പുടി എന്ന ഒരു ഗ്രാമമാണ്. ഈ കുച്ചിപ്പുടി എന്ന ഗ്രാമത്തിൻ്റെ ആദ്യത്തെ പേര് കുച്ചിലപുരി എന്നായിരുന്നു. കുച്ചിലപുരി എന്നാൽ അവിടെ കുചേലൻ്റെ നാടായിരുന്നു കുച്ചിപ്പുടി എന്നാണ് ഒരു വിശ്വാസം. അത് ശരിയായി കൊള്ളണമെന്നില്ല, വിശ്വാസം മാത്രമാണ്. കുച്ചിലപുരി എന്ന് പറഞ്ഞാൽ കുചേലൻ്റെ ഗ്രാമം എന്നാണ് അർത്ഥം. അങ്ങനെയല്ല, അതിൻ്റെ പഴയ പേര് കുശീലവപുരം ആയിരുന്നു എന്നും പറയപ്പെടുന്നുണ്ട്. കുശീലവൻ എന്ന സംസ്കൃത വാക്കിൻ്റെ അർത്ഥം നടൻ, നർത്തകൻ എന്നൊക്കെയാണ്. അതെന്തായാലും ഈ കുച്ചിപ്പുടി നർത്തകന്മാരുടെ ഒരു ഗ്രാമമായിരുന്നു. കുച്ചിപ്പുടി പ്രാചീന നൃത്തനാടകം ആണ് കുച്ചിപ്പുടി. ഏതാണ്ട് BC 3-ാം നൂറ്റാണ്ടിലാണ് ഇത് ഉടലെടുത്തത് എന്ന് പറയപ്പെടുന്നു. BC 3-ാം നൂറ്റാണ്ടിൻ്റെ പ്രത്യേകത എന്താണെന്നാൽ, BC 3-ാം നൂറ്റാണ്ടിലാണ് ഭഗവത്ഗീത രചിക്കപ്പെടുന്നത്. അതും തർക്കവിഷയമാണ്. അല്ല, 2-ാം നൂറ്റാണ്ടിലാണ് എന്നും ഒരു അഭിപ്രായമുണ്ട്. ഏതായാലും കുച്ചിപ്പുടി ഗ്രാമം നർത്തകരുടെ ഒരു ഗ്രാമമായിരുന്നു. പിന്നീട് കുച്ചിപ്പുടി ഇന്ത്യയുടെ എല്ലാ ഭാഗങ്ങളിലും പ്രചരിച്ചു. ഇപ്പോൾ കുച്ചിപ്പുടി വളരെ
പോപ്പുലറായിട്ടുള്ള ഒരു നൃത്ത രൂപമായി മാറിയിട്ടുണ്ട്. അപ്പോൾ സ്വീഡനിൽ നിന്ന് വരുമ്പോൾ ഈ സ്വീഡനെക്കുറിച്ച് പറഞ്ഞാലും ലോക സന്തോഷ സൂചികയിൽ ആദ്യ സ്ഥാനങ്ങളിലുള്ള ഒരു നാടാണ് സ്വീഡൻ. ഒന്നാം സ്ഥാനം ഫിൻലൻഡിനാണ്. ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ സന്തുഷ്ടരായ ജനങ്ങൾ വസിക്കുന്ന രാജ്യങ്ങളാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ സന്തോഷത്തിൻ്റെ നാട്ടിൽ നിന്നാണ് ഈ നർത്തകികൾ വരുന്നത്. ഇവിടെ ഇന്ന് നൃത്തം അവതരിപ്പിക്കുന്ന രാധികയും ദേവികയും സഹോദരിമാരായ ജ്യോതിയും ലക്ഷ്മിയും ഒക്കെ നമുക്ക് ഒരു നല്ല നൃത്തസന്ധ്യ കാഴ്ചവയ്ക്കും എന്ന് നമുക്ക് ആശിക്കാം. ഇവിടെ ഇപ്പോൾ നൃത്ത പരിപാടികൾക്ക് ആളുകൾ ബുക്ക് ചെയ്യുന്നത് അമേരിക്കയിൽ നിന്നും UK നിന്നുമൊക്കെയാണ്. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു നൃത്ത പരിപാടി കഴിഞ്ഞ ജൂലൈ 14 അമേരിക്കയിൽ നിന്നുള്ള ഒരു കൂട്ടരാണ് ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ തലേ ദിവസം ഞങ്ങളിവിടെ ഈ നൃത്തം പരിപാടി നടക്കുന്ന ദിവസം പിന്നെ ഈ സോഷ്യൽ മീഡിയയിലും ഒക്കെ ഇതിൻ്റെ പരസ്യം കൊടുക്കും. അപ്പോൾ പരസ്യത്തിന് വേണ്ടി അവരുടെ പോസ്റ്റർ ആവശ്യപ്പെട്ടാണ് പറയുന്നത്. അവർ അടുത്ത വർഷം ജൂലൈ 15 വേണ്ടിയാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു വർഷം മുമ്പാണ് ഇവിടെ പരിപാടികൾക്ക് വേണ്ടി ആളുകൾ ബുക്ക് ചെയ്യുന്നത്, അതും അമേരിക്കയിൽ നിന്നുമൊക്കെ. ഇവർ തന്നെ സ്വീഡൻകാർ 9 മാസം മുമ്പ് ബുക്ക് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ ഇത് ഒരു ഭാഗ്യവേദിയാണ്, ഐശ്വര്യമുള്ള ഒരു വേദിയാണെന്നാണ് ഇവിടെ കലാപ്രകടനങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളവരെല്ലാം സാക്ഷ്യപ്പെടുത്തുന്നത്. ഇവിടെ പ്രശസ്ത നർത്തകരായ ശോഭനയും മഞ്ജു വാര്യരും നവ്യ നായരുമൊക്കെ നൃത്ത പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇവിടെ ഈ നൃത്ത പരിപാടി അവതരിപ്പിക്കുന്ന നാട്യാലയയിലെ ഈ നർത്തകികൾക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നന്ദി സാർ. സാറിന് ആദരവിൻ്റെ ഒരു ചെറിയ പൂച്ചെണ്ടുകൾ നൽകാനായി ഞാൻ അടുത്തതായി ഈ കുച്ചിപ്പുടി നൃത്തസന്ധ്യയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് തിരി തെളിയിക്കുന്നതിനായും തുടർന്ന് 2 വാക്കുകൾ സംസാരിക്കുന്നതിനായും ആദരണീയയായ ഗുരു ശ്രീമതി സുശീല സുകുമാരനെ ക്ഷണിക്കുന്നു. തിരി തെളിയിക്കലിൽ പങ്കാളികളാകാൻ വേദിയിലുള്ള മറ്റ് വിശിഷ്ട വ്യക്തികളെയും ക്ഷണിക്കുന്നു. ഈ ഉദ്ഘാടന പ്രസംഗം 2 വാക്ക് സംസാരിക്കുന്നതിനായി ഞാൻ ടീച്ചറെ ക്ഷണിക്കുന്നു. അതിനു മുമ്പ് ആദരവിൻ്റെ പൂച്ചെണ്ടുകൾ നൽകുവാനായി ടീച്ചർക്ക് ആദരവിൻ്റെ പൂച്ചെണ്ടുകൾ നൽകുവാനായി ഞാൻ ലക്ഷ്മണനെയും ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.
ഇന്നിവിടെ കുച്ചിപ്പുടി നൃത്തസന്ധ്യ അവതരിപ്പിക്കുന്ന എല്ലാ കുട്ടികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. കൂടാതെ ഈ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്കും പരിപാടി ആസ്വദിക്കാൻ എത്തിയിരിക്കുന്ന ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി ടീച്ചർ. ഇനി ഈ നൃത്തപരിപാടിക്ക് ഒരു ചെറിയ ആമുഖമെന്നോണം ഏതാനും വാക്കുകൾ സംസാരിക്കുവാൻ മുഖ്യാതിഥിയായ ഡോക്ടർ കലാമണ്ഡലം സുഗന്ധിയെ ഞാൻ ക്ഷണിക്കുന്നു. ഡോക്ടർ കലാമണ്ഡലം സുഗന്ധിക്ക് ആദരവിൻ്റെ പൂച്ചെണ്ടുകൾ നൽകുവാനായി ഞാൻ ലക്ഷ്മണയും ക്ഷണിക്കുന്നു വേദിയിലേക്ക്. ഓം സദ്ഗുരുഭ്യോ നമഃ. വേദിയിലിരിക്കുന്ന പ്രകാശ് സർ, സുശീല ടീച്ചർ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ സഹൃദയ സദസ്സിനും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്നത്തെ ദിവസം എന്നെ സംബന്ധിച്ച് വളരെയധികം സന്തോഷമുള്ള ഒരു മുഹൂർത്തം തന്നെയാണ് ഇന്നത്തെ ഈ സമയം. കാരണം സാധാരണ കുട്ടികൾ കോളേജ് വിദ്യാഭ്യാസവും ഒക്കെ നടത്തുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാലം ഒന്ന് ഡാൻസ് പഠിക്കും. ഒരു സന്തോഷത്തിന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് സൂക്ഷിക്കും. അത് കഴിഞ്ഞ് അവരുടെ പ്രൊഫഷൻ എഞ്ചിനീയറോ ഡോക്ടറോ ലെക്ചറർമാരോ ഒക്കെയായി പോകും. എന്നാലും അവരുടെ എല്ലാ ജീവിതത്തിലെ ശൈലികളിലും പ്രവർത്തനങ്ങളിലുമൊക്കെ അവർ പണ്ട് പഠിച്ച നൃത്തത്തിൻ്റെ താളവും അതിൻ്റെ ഒരു സുഖവും എല്ലാം ആസ്വദിച്ചുകൊണ്ട് തന്നെ അവർക്ക് ജീവിതം ഭംഗിയാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും ഇന്ന് ഇവിടെ വന്ന് നൃത്തം ചെയ്യുവാൻ എത്തിയ 4 നർത്തകിമാരിലും സാധാരണ എല്ലാവരും ഉദ്യോഗവും കുടുംബവും ഒപ്പം വിദേശത്ത് തന്നെ ഉള്ള ഒരു സിറ്റുവേഷനിൽ ജീവിച്ചു പോകുന്ന അവർക്ക് ഈ ക്ലാസിക്കൽ നൃത്തം, ഭാരതീയ നൃത്തരൂപങ്ങൾ എത്രത്തോളം അവർക്ക് അവിടെ കൊണ്ടുപോകാൻ സാധിക്കും, വിജയിപ്പിക്കാൻ സാധിക്കുമെന്നൊന്നും നമുക്ക് ഊഹിക്കാൻ പറ്റുന്നത് മാത്രമേ ഉള്ളൂ. വേണ്ട പോലെയുള്ള സപ്പോർട്ടിങ് ആർട്ടിസ്റ്റിനെ എല്ലാം കിട്ടാനുള്ള ബുദ്ധിമുട്ട്. അതോടൊപ്പം തന്നെ അവർ ആരും തന്നെ നൃത്തം അവരുടെ സ്ഥിരം തൊഴിലായിട്ട് ചെയ്യുന്നവരുമല്ല. ഇവർ 4 പേരും എല്ലാവരും അവരുടേതായ മറ്റ് മേഖലകളിലും IT കമ്പനികളിലുമൊക്കെ ജോലി ചെയ്യുന്ന അമ്മമാരാണ്. അപ്പോൾ ഇത്രയും ഒക്കെ ഉള്ള കുടുംബജീവിതവും അവരുടെ വലിയ തിരക്കുകളും കുടുംബവും എല്ലാം കൂടി കൊണ്ടു നടക്കുന്നതിനിടയിലും അവർ പണ്ട് പഠിച്ച നൃത്തത്തിനെ മനോഹരമായിട്ട് പഠിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ കാണിക്കുന്ന ഒരു ആവേശം, അത് തീർച്ചയായിട്ടും പ്രശംസനീയം തന്നെയാണ്. ഈ നൃത്തസന്ധ്യയിൽ 2 കുട്ടികൾ, 2 നർത്തകിമാർ, ഒരു ജ്യോതി പ്രസാദ്, ലക്ഷ്മി പ്രസാദ്, 2 പേരും എൻ്റെ UKG മുതൽ ഞാൻ അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. അവരുടെ കോളേജ് വിദ്യാഭ്യാസം വരെ അവരെ പഠിപ്പിച്ചിട്ടുണ്ട്. ഭരതനാട്യവും മോഹിനിയാട്ടവുമാണ് അവരെൻ്റെ അടുത്ത് നിന്ന് അഭ്യസിച്ചത്. എങ്കിലും ഈ ഭരതനാട്യത്തിൻ്റെയും മോഹിനിയാട്ടത്തിൻ്റെയും അടിത്തറ ഉള്ളിൽ വെച്ചുകൊണ്ട് ഉദ്യോഗവും കുടുംബജീവിതവും ഒക്കെ ഈ നാട് വിട്ട് വിദേശത്ത് പോയപ്പോൾ തൻ്റെ കൂട്ടുകാരികളോടൊപ്പം സ്വീഡനിൽ ഒരു നടനാലയ എന്ന കുച്ചിപ്പുടി നൃത്ത വിദ്യാലയത്തിൽ പോയി പഠിക്കുവാനും അവിടെയുള്ള സദസ്സിനെ ഭാരതത്തിൻ്റെ സംസ്കാരത്തിനെ പരിചയപ്പെടുത്തി കൊടുക്കുവാനും അവർ കാണിക്കുന്ന താല്പര്യം ഒരു ഗുരു എന്ന നിലയിൽ ഞാൻ അഭിമാനിക്കുകയാണ് എൻ്റെ ശിഷ്യരെ ഓർത്തിട്ട്. അതോടൊപ്പം തന്നെ UKG പഠിക്കുമ്പോൾ
എൻ്റെ അടുത്ത് കൊണ്ടേക്കിയ അവരുടെ രക്ഷിതാക്കളെ ശ്രീ പ്രസാദിനെയും ശ്രീമതി ഇന്ദിരയെയും ഞാനിപ്പോൾ സ്നേഹത്തോടെ ഓർമ്മിക്കുന്നു. പ്രസാദ് ഇപ്പോൾ ഇല്ല നമ്മുടെ കൂടെ, എങ്കിലും എനിക്കറിയാം അവരുടെ മക്കൾ നൃത്തവേദിയിൽ ഇങ്ങനെ ശോഭിക്കുമ്പോൾ എത്ര താല്പര്യത്തോടു കൂടിയാണ് കുഞ്ഞു കുട്ടികളെ എൻ്റെ അടുത്ത് ഏൽപ്പിച്ച് അവരെ പ്രോത്സാഹിപ്പിച്ചത് വിദ്യാഭ്യാസത്തിനോടൊപ്പം തന്നെ. അതുപോലെ തന്നെയായിരിക്കും മറ്റുള്ള നർത്തകിമാർക്കും അവരുടെ ഗുരുക്കന്മാരിൽ നിന്നും കിട്ടിയ പ്രചോദനവും ഉത്സാഹവും പ്രോത്സാഹനവും എല്ലാം. ഞാൻ ഇന്നത്തെ അവരുടെ കഠിനമായ പ്രയത്നം ചെയ്തുകൊണ്ട് അവർ ഇന്നിവിടെ വന്നിരിക്കുകയാണ്. വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് കുറ്റങ്ങളും കുറവുകളും ഉണ്ടാവാം, എങ്കിലും എല്ലാവരും അവരോട് സ്നേഹത്തോടെ അവരെ അനുഗ്രഹിക്കുകയും ഇനിയും മുന്നോട്ടുള്ള അവരുടെ പ്രയാണത്തിൽ സ്നേഹവും അനുഗ്രഹവും അവർക്ക് നൽകണമെന്നും ഞാൻ ഈ അവസരത്തിൽ എല്ലാവരോടും അപേക്ഷിക്കുകയാണ്. കുച്ചിപ്പുടി എന്ന നൃത്തരൂപം കുച്ചിപ്പുടി ഗ്രാമത്തിൽ തന്നെ പോയിട്ട് അഭ്യസിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. എൻ്റെ നൃത്ത അധ്യാപിക ശ്രീമതി കലാമണ്ഡലം ചന്ദ്രികാ മേനോൻ, അവർ ഇവിടുത്തെ സ്ഥിരം ഒരു സന്ദർശകയും ഇവിടുത്തെ നൃത്ത ആസ്വാദന സംഘത്തിൻ്റെ അഭിപ്രായം പറയാനും അതിൽ നന്മ തിന്മകളെ എങ്ങനെയൊക്കെ ചെയ്താലും നന്നാവുക എന്നൊക്കെ പറയാനും അവരുടെ കൂടെ എന്നുമുള്ള ഒരു സഹൃദയായ ഗുരുവാണ്. അവരെ ടീച്ചറാണ്. കുച്ചിപ്പുടിയെ ഏറ്റവും ആദ്യമായി കേരളത്തിൽ കുച്ചിപ്പുടിയെ അവിടെ പോയി പഠിച്ച് കൊണ്ടുവന്നത് കേരള കലാമണ്ഡലത്തിലൂടെ. അവർ കലാമണ്ഡലം പറഞ്ഞയച്ചുകൊണ്ട് ആന്ധ്രയിൽ പോയി പഠിച്ച് കൊണ്ടുവന്ന് ഇവിടെ അവതരിപ്പിക്കുകയും അങ്ങനെ കുച്ചിപ്പുടി എന്ന നൃത്തകലയെ ആദ്യമായിട്ട് കേരളം കാണുകയും ചെയ്തത് കേരളത്തിലെ നർത്തകിയായ കലാമണ്ഡലം ചന്ദ്ര ടീച്ചറിലൂടെയാണ്. അതോടൊപ്പം തന്നെ പിന്നെ വിദേശത്ത് മദ്രാസിലും ആന്ധ്രാപ്രദേശിൽ നിന്നുമുള്ള ഒരുപാട് നർത്തകന്മാരോട് നൃത്തം ചെയ്തിട്ടുണ്ട്. ഇന്ന് ഇവിടെ അവതരിപ്പിക്കുന്നത് വെമ്പടി ചെന്ന് സത്യം മാസ്റ്ററുടെ ഒരു പാണിയാണ്. അദ്ദേഹത്തിൻ്റെ ശൈലിയിലുള്ള കുച്ചിപ്പുടിയാണ്. ഞാൻ അഭ്യസിച്ചത് അതിനേക്കാളിലും മുന്നേയുള്ള ആദ്യകാലങ്ങളിൽ ചെയ്തു വന്നിരുന്ന കുച്ചിപ്പുടിയുടെ ഒരു രീതിയാണ്. അതിൽ ചുവടുകൾക്ക് കുറച്ച് വ്യത്യാസമുണ്ട്, അതിൻ്റെ ചലനങ്ങൾക്ക് കുറച്ച് മാറ്റമുണ്ട്. എന്നാലും അതിൻ്റെ പരിഷ്കരിച്ച രൂപമാണ് ഇന്ന് ഇവിടെ നർത്തകന്മാർ അവതരിപ്പിക്കുന്നത്. കുച്ചിപ്പുടി എല്ലാവരും കാണുക. സന്തോഷം എല്ലാവർക്കും. നമസ്തേ. നന്ദി ടീച്ചർ. അനുഗ്രഹാശിസുകൾക്കും അറിവുകൾ പകർന്നു തന്നതിനും ടീച്ചർ നിർത്തിയ പൊതുവായ കുച്ചിപ്പുടിയെക്കുറിച്ചിട്ടുള്ള അറിവുകളിൽ ഊന്നിക്കൊണ്ട് ഞാൻ സാമാന്യമായി കുച്ചിപ്പുടിയെക്കുറിച്ചും കുച്ചിപ്പുടി നാട്യാലയ സ്വീഡൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും ചുരുക്കത്തിൽ ഇവിടെ അവതരിപ്പിക്കാം. അതിനുശേഷം പരിപാടി തുടങ്ങുന്നതായിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ആന്ധ്രാപ്രദേശിലെ കുച്ചിപ്പുടി എന്ന ഗ്രാമത്തിൽ നിന്ന് ആവിർഭവിക്കുകയും ആ ഗ്രാമത്തിൻ്റെ പേരിൽ തന്നെ അറിയപ്പെടുകയും ലോകമാകെ പ്രചാരം നേടുകയും ചെയ്ത ശാസ്ത്രീയ നൃത്തരൂപമാണ് കുച്ചിപ്പുടി. ചടുല ചലനങ്ങൾ, മനോരഞ്ജകമായ ഭാവവിന്യാസങ്ങൾ, സൂക്ഷ്മവും കൃത്യതയുമാർന്ന ചുവടുകൾ, ഇവയെല്ലാം കുച്ചിപ്പുടിയുടെ സാമാന്യമായ പ്രത്യേകതകളായും ഈ കലാരൂപത്തെ ആസ്വാദക ഹൃദയങ്ങളിലേക്ക് അടുപ്പിക്കുന്നതുമായ ഘടകങ്ങളായും പൊതുവെ വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. യക്ഷഗാനം പോലുള്ള നൃത്ത നാടക കലാരൂപങ്ങളുടെ സുദീർഘ പാരമ്പര്യത്തിൽ വേരൂന്നി നിന്ന് നീണ്ട കാലം കൊണ്ട് തനത് സ്വത്വം കൈവരിച്ച ഒരു ചരിത്രം കൂടി പറയാനുണ്ട് കുച്ചിപ്പുടി എന്ന കലാരൂപത്തിന്. 17-ാം നൂറ്റാണ്ടിൽ സിദ്ധേന്ദ്രയോഗി ആണ് കുച്ചിപ്പുടി എന്ന കലാരൂപത്തെ ചിട്ടപ്പെടുത്തുന്നതും ശാസ്ത്രീയമായി ക്രമീകരിക്കുന്നതും. പിന്നീട് 21-ാം നൂറ്റാണ്ടിൽ ഗുരു ഡോക്ടർ വെമ്പട്ടി ചിന്നസത്യം കുച്ചിപ്പുടിയെ പാരമ്പര്യ മൂല്യങ്ങൾ ചോരാതെ ആധുനിക ലോകത്തിൻ്റെ ആസ്വാദക സദസ്സുകളിലേക്ക് വഴി നടത്തി. കുച്ചിപ്പുടിക്ക് വേണ്ടി അദ്ദേഹം തൻ്റെ ജീവിതം ഒഴിഞ്ഞുവെക്കുകയും ഈ കലാരൂപത്തെ ഭാരതത്തിനകത്തും പുറത്തും പ്രചരിപ്പിക്കുന്നതിന് മുൻകൈയെടുക്കുകയും ചെയ്തു. ഉജ്ജ്വലനായ നർത്തകൻ, ഭാവനാസമ്പന്നനായ നൃത്ത സംവിധായകൻ,
പ്രചോദന സ്രോതസ്സായ അധ്യാപകവര്യൻ എന്നീ നിലകളിൽ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ കുച്ചിപ്പുടി എന്ന കലാരൂപത്തിനുണ്ടായ നവോത്ഥാനാവേഗത്തിൻ്റെ മുഖ്യശില്പിയായിരുന്നു ഗുരു വെമ്പട്ടി ചിന്നസത്യം. ലോകഭൂപടത്തിൽ തൻ്റെ നാടിനും കലാഭൂപടത്തിൽ അവിടെ നിന്ന് ആവിർഭവിച്ച കുച്ചിപ്പുടി എന്ന നൃത്തനാട്യരൂപത്തിനും ആധുനിക കാലത്തൊരിടം ചാർത്തിക്കൊടുക്കുക വഴി കുച്ചിപ്പുടി എന്ന കലാരൂപത്തിൻ്റെ പര്യായമായി ഇന്ന് നിലകൊള്ളുന്നു ഗുരു വെമ്പട്ടി ചിന്നസത്യം എന്ന നാമധേയം. കുച്ചിപ്പുടി നാട്യാലയ സ്വീഡൻ ആന്ധ്രാപ്രദേശിലെ കാക്കിനാഡയിലുള്ള കുച്ചിപ്പുടി നാട്യാലയയുടെ ഒരു ശാഖയാണ്. ഇപ്പോൾ സ്വീഡനിൽ താമസിക്കുന്ന തൻ്റെ ഔദ്യോഗിക സബര്യയിൽ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ശ്രീമതി സായ് ചൈതന്യയാണ് കുച്ചിപ്പുടി നാട്യാലയ സ്വീഡൻ്റെ സാരഥി. ശ്രീമതി സായ് ചൈതന്യ ഡോക്ടർ കൃഷ്ണകുമാറിൻ്റെ ശിഷ്യയാണ്. കുച്ചിപ്പുടി എന്ന കലാരൂപത്തിൽ തൽപരരായവരെ പ്രായഭേദമന്യേ അഭ്യസിപ്പിക്കുന്നതിലും ഈ കലാരൂപത്തിൻ്റെ പരിപോഷണത്തിലും ബദ്ധശ്രദ്ധയാണ് ശ്രീമതി സായ് ചൈതന്യ. സ്വീഡൻ ശാഖയിൽ നിലവിൽ 50ഓളം പേർ കുച്ചിപ്പുടി അഭ്യസിക്കുന്നുണ്ട്. കുച്ചിപ്പുടി നാട്യാലയ സ്വീഡൻ കലാപരമായും തൊഴിൽപരമായും വൈവിധ്യ തലങ്ങളിൽ അഭിരമിക്കുന്ന സ്ത്രീകൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കുവാനും സർഗവാസനകളെ പരിപോഷിപ്പിക്കുവാനും കുച്ചിപ്പുടി എന്ന കലാരൂപത്തെ കൂടുതൽ മനസ്സിലാക്കാനും പഠിക്കാനും അവതരിപ്പിക്കാനും കഴിയുന്ന സർഗാത്മകമായ ഒരിടമാണ്. ഇന്ന് ഇവിടെ നൃത്തം അവതരിപ്പിക്കുന്നത് കുച്ചിപ്പുടി നാട്യാലയ സ്വീഡനിൽ നിന്നുമുള്ള അവിടെ വെച്ച് കണ്ടുമുട്ടുകയും പരിചയപ്പെടുകയും ഒരുമിച്ച് കലാധ്യായനം നടത്തുകയും ചെയ്ത 4 പേരാണ്. അതിൽ ഡോക്ടർ ദേവിക വാര്യർ തൃശ്ശൂരിൽ നിന്നും, ജ്യോതി പ്രസാദ്, ലക്ഷ്മി പ്രസാദ് എന്നീ സഹോദരിമാർ തൃക്കാക്കരയിൽ നിന്നും, രാധിക ജയേഷ് ആലുവയിൽ നിന്നുമാണ് വരുന്നത്. ഇവർ മുൻപ് മറ്റിടങ്ങളിൽ ഒരുമിച്ച് നൃത്തം അവതരിപ്പിച്ചിട്ടുണ്ട് എങ്കിലും ഇവരുടെ ജന്മനാട്ടിൽ കേരളത്തിൽ, ഇന്ത്യയിൽ ഇതാദ്യമായാണ് ഒരു പരിപാടിക്കായി ഇങ്ങനെ ഒരുമിക്കുന്നത്. അങ്ങനെയുള്ള ഈ ഒത്തുകൂടൽ മലയാളത്തെ നക്ഷത്രച്ചിലങ്ക അണിയിച്ച പ്രിയ കവി ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ സ്വക്ഷേത്രത്തിൽ ആയതിലുള്ള അവരുടെ നിറവും നിർവൃതിയും അവരുടെ സുഹൃത്തെന്ന നിലയിൽ ഞാൻ ഈ അവസരത്തിൽ നിങ്ങളേവരുമായി പങ്കുവയ്ക്കുന്നു. കവി ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മലയാള കവിതയെ ആധുനികവും ജനാധിപത്യപരവുമാക്കി മാറ്റിയ പ്രകൃതിക്ഷോഭം ആയിരുന്നു ചങ്ങമ്പുഴ കവിത. നിത്യമായി പെയ്യുന്ന ആ മഴയ്ക്ക് മുന്നിൽ, നിലയ്ക്കാതെ ഒഴുകുന്ന ആ പുഴയ്ക്ക് മുന്നിൽ, ആ ചിരസ്മരണയ്ക്ക് മുന്നിൽ ഞങ്ങളുടെ ആദരപ്രണാമം. ഈ പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവരും ഇത് ആസ്വദിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. മാതാപിതാക്കളെയും ഗുരുക്കന്മാരെയും സ്മരിച്ചുകൊണ്ട് ഞങ്ങൾ തുടങ്ങട്ടെ. ഔദ്യോഗികമായി ഈ ഉദ്ഘാടന ചടങ്ങ് അവസാനിച്ചിരിക്കുന്നു. ഇനി പരിപാടി തുടങ്ങുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി.